ടെക് ലോകത്തെ വാർത്തകൾ. E20 പെട്രോളിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് രാജ്യത്തെ മുൻനിര വാഹന നിർമ്മാതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതായി റിപ്പോർട്ട്. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളാണ് ഇത് സംബന്ധിച്ച് ആശങ്ക പങ്കുവച്ചത്. ഇന്ധനത്തിലെ ക്ലോറൈഡിന്റെയും ഈർപ്പത്തിന്റെയും അളവ് കൂടുതലായാൽ വാഹനങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാമെന്നാണ് കമ്പനികളുടെ വിലയിരുത്തൽ. പൊതുവേദികളിൽ E20 പെട്രോളിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഇന്ധനത്തിലെ ക്ലോറൈഡിന്റെയും ഈർപ്പത്തിന്റെയും അളവ് കൂടുന്നത് വാഹനങ്ങൾക്ക് തകരാറുണ്ടാക്കുമെന്ന ആശങ്ക കമ്പനികളുടെ ആഭ്യന്തര ഇമെയിൽ ആശയവിനിമയങ്ങളിൽ വ്യക്തമാക്കുന്നതായാണ് റിപ്പോർട്ട്. രാജ്യത്തെ 21 സംസ്ഥാനങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് ശേഖരിച്ച ഇന്ധന സാമ്പിളുകളിൽ ചിലതിൽ ക്ലോറൈഡിന്റെയും ഈർപ്പത്തിന്റെയും അളവ് കൂടുതലാണെന്ന് കണ്ടെത്തിയതായാണ് ഇമെയിലുകളുടെ വിവരങ്ങൾ. ക്ലോറൈഡിന്റെ അളവുയരുന്നത് വാഹനങ്ങളുടെ അനുബന്ധ ഭാഗങ്ങളിൽ തുരുമ്പെടുക്കാൻ കാരണമാകാമെന്നും ഇന്ധനത്തിലെ ഈർപ്പം കൂടുന്നത് വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ച് വഴിയിൽ നിലയ്ക്കാൻ ഇടയാക്കുമെന്നും സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അഥവാ SIAM ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇന്ധന മലിനീകരണം സംബന്ധിച്ച് SIAM നൽകിയ കത്ത് പിന്നീട് പിൻവലിച്ചു. അതേസമയം ഇന്ധനത്തിൽ വലിയ തോതിൽ ക്ലോറൈഡും ഈർപ്പവും അടങ്ങിയിട്ടുണ്ടെന്ന വാദം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം തള്ളി. എണ്ണ വിതരണ കമ്പനികൾ നടത്തിയ പരിശോധനകളിൽ ഇത്തരം തകരാറുകൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഏതാനും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എല്ലാ സ്വാതന്ത്ര്യദിനത്തിലും ഓട്ടോമൊബൈൽ രംഗത്ത് വലിയ പ്രഖ്യാപനങ്ങൾ നടത്താറുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. പുതിയ സ്കോർപിയോ N അധിഷ്ഠിത പിക്കപ്പ് ട്രക്കും ഒപ്പം അത്യാധുനിക ഫീച്ചറുകളോടെ ഇലക്ട്രിക് SUV-യായ BE6ന്റെ പുതിയ പതിപ്പുകളും മഹീന്ദ്ര പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന വിപണിയിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ BE6 EV നിരയിൽ പുതിയ 2 വകഭേദങ്ങളാണ് കമ്പനി സ്വാതന്ത്ര്യദിനത്തിൽ ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ട്രിപ്പിൾ സ്ക്രീൻ ഡാഷ്ബോർഡും പ്രീമിയം ഇന്റീരിയറുമായി എത്തുന്ന BE6 സ്പോർടെക്, റേസിംഗ് പ്രിയർക്കായി മാറ്റങ്ങളോടെ എത്തുന്ന ഫോർമുല E എഡിഷൻ എന്നിവയാണ് ഇവ. ഇതിൽ സ്പോർടെക് മോഡലിന്റെ വില 12.08 ലക്ഷം രൂപയിലാണ് ആരംഭിക്കുന്നത്. ഷാർപ്പായ ബോഡി ലൈനുകളും അത്യാധുനിക LED ലൈറ്റിംഗ് സിസ്റ്റവുമെല്ലാം വാഹനത്തിന് വേറിട്ടൊരു മനോഹാരിത നൽകുന്നുണ്ട്. സ്റ്റാൻഡേർഡ് മോഡലുകൾക്ക് പുറമെ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രത്യേക എഡിഷൻ വേരിയന്റുകളും ഈ വാഹനം ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വാഹന വിപണിയെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ലൈഫ് സ്റ്റൈൽ വാഹന വിപണി ലക്ഷ്യമിട്ടാണ് മഹീന്ദ്ര തങ്ങളുടെ വിഖ്യാത മോഡലായ സ്കോർപിയോ N പ്ലാറ്റ്ഫോമിൽ പുതിയ പിക്കപ്പ് ട്രക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. കരുത്തുറ്റ എഞ്ചിൻ ശേഷിയും അത്യാധുനിക എൻഫോഴ്സ്മെന്റ് സിസ്റ്റവും ഡബിൾ ക്യാബ് ബോഡി ഡിസൈനുമുള്ള ഈ വാഹനം ടൊയോട്ട ഹിലക്സ് പോലുള്ള പ്രീമിയം മോഡലുകൾക്ക് കടുത്ത വെല്ലുവിളിയായേക്കും. ടർബോ പെട്രോളിലെ ഡീസൽ ഓപ്ഷനുകളിൽ എത്തുന്ന ഈ വാഹനം ഓഫ് റോഡ് പ്രേമികളെ ബിസിനസ് ക്ലാസിനെയും ഒരുപോലെ ആകർഷിക്കും. പുതിയ ലോഞ്ചുകൾക്ക് പുറമെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളമുള്ള മഹീന്ദ്ര ഡീലർഷിപ്പുകൾ വഴി നിലവിലുള്ള പ്രമുഖ SUV-കൾക്ക് പ്രത്യേക ഓഫറുകളും ആകർഷകമായ ഫിനാൻസ് സ്കീമുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ മത്സരം കൂടുതൽ ശക്തമാക്കി ചൈനീസ് AI സ്റ്റാർട്ടപ്പായ DeepSeek പുതിയ V4 Pro മോഡൽ ഔദ്യോഗികമായി അവതരിപ്പിച്ചു. V4 ഫ്ലാഷ് മോഡലിനെ അപേക്ഷിച്ച് നിരവധി മടങ്ങ് ഉയർന്ന നിരക്കിലാണ് പുതിയ മോഡലിന്റെ പ്രൈസിംഗ്. മികച്ച ബെഞ്ച്മാർക്ക് പ്രകടനത്തെ പ്രീമിയം AI സേവനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് DeepSeek V4 Pro അവതരിപ്പിച്ചിരിക്കുന്നത്. V4 ഫ്ലാഷ് മോഡലിനേക്കാൾ ഉയർന്ന വിലയിലാണ് V4 Pro പുറത്തിറക്കിയിരിക്കുന്നത്. മില്യൺ ഇൻപുട്ട് ടോക്കണുകൾക്ക് $1.32 ഔട്ട്പുട്ട് ടോക്കണുകൾക്ക് $3.96 നിരക്ക്. AI ഏജന്റ്സ്, കോഡിംഗ്, സയന്റിഫിക് റീസണിംഗ്, ലോങ് കോണ്ടെക്സ്റ്റ് ടാസ്ക് തുടങ്ങിയ മേഖലകളിൽ V4 Proയുടെ ശേഷി മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. API, ആപ്പ്, വെബ് പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ പുതിയ മോഡൽ ലഭ്യമാകും. API സേവനങ്ങളിൽ പീക്ക് ഓഫ് പീക്ക് പ്രൈസിംഗ് സംവിധാനവും കമ്പനി അവതരിപ്പിക്കും. 2025 തുടക്കത്തിൽ R1 മോഡലിലൂടെ ആഗോള ശ്രദ്ധ നേടിയ DeepSeekന് പിന്നാലെ ചൈനീസ് AI വിപണിയിൽ അലിബാബ, ബൈഡാൻസ്, മൂൺഷൂട്ട് AI തുടങ്ങിയ കമ്പനികളിൽ നിന്നുള്ള ശക്തമായ മത്സരം നേരിടേണ്ടി വന്നിരുന്നു. അതേസമയം AI രംഗത്തെ വളർച്ച നിലനിർത്താൻ DeepSeek വൻ നിക്ഷേപത്തിലേക്കും നീങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്. ഏകദേശം $74 ബില്യൺ വാല്യുവേഷൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ഫണ്ട് റേസിംഗിനാണ് കമ്പനി തയ്യാറെടുക്കുന്നത്. AI ചിപ്പ് ഡിസൈൻ രംഗത്തേക്കും DeepSeek കടന്നുവരുന്നതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.